ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഗുരുവായൂർ ക്ഷേത്രത്തിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവരായി ആരും തന്നെയില്ല. ദക്ഷിണ ഇന്ത്യയിൽ കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ഇന്ത്യയിൽ തിരുമല തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രവും പൂരി ജഗന്നാഥ ക്ഷേത്രവും ബദരീനാഥ് മഹാവിഷ്ണു ക്ഷേത്രവുമാണ്. എന്നിവ കഴിഞ്ഞാൽ ഏറ്റവും അധികം തിരക്കുള്ള വൈഷ്ണവ ദേവാലയവും കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്ന ക്ഷേത്രവും ഗുരുവായൂരാണ്. തൃശൂർ പട്ടണത്തിൽ നിന്നും 26 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറ് മാറി ഗുരുവായൂർ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ യഥാർത്ഥ പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവാണ്. എന്നിരുന്നാലും ഭഗവാന്റെ 9ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ പേരിലാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി. ഗുരുവായൂരപ്പൻ എന്നറിയപ്പെടുന്ന ഇവിടെയുള്ള ഭഗവാൻ കേരളീയ ഹൈന്ദവരുടെ പ്രധാന ആരാധനാമൂർത്തികളിൽ ഒരാളാണ്. പൊതുവെ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിലാണ് ഭൂരിപക്ഷം ഭക്തരും ഗുരുവായൂരപ്പനെ ആരാധിക്കുന്നത്. കൃഷ്ണാവതാര സമയത്ത് മാതാപിതാക്കളായ ദേവകിക്കും വസുദേവർക്കും കാരാഗ്രഹത്തിൽ വെച്ച് ദർശനം നൽകിയ മഹാവിഷ്ണുവാണ് ഇവിടെയുള്ളതെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഇതാണ് ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിൽ കാണുന്നതിനും ഒരു കാരണം. ആദ്യകാലത്ത് ഇതൊരു ഭഗവതി ക്ഷേത്രമായിരുന്നു. പഴയ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണ് എന്ന് ക്ഷേത്ര മതിലകത്ത് വടക്ക് കിഴക്കായി ഇടത്തരികത്ത് കാണപ്പെടുന്ന പരാശക്തി, വനദുർഗ, ഭദ്രകാളി സങ്കല്പങ്ങളോട് കൂടിയ ഭഗവതി. ഇടത്തരികത്തുകാവിലമ്മ എന്ന ഈ ഭഗവതിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സംരക്ഷണമൂർത്തി എന്നാണ് വിശ്വാസം. തന്മൂലം ഈ പ്രതിഷ്ഠയ്ക്ക് സവിശേഷ പ്രാധാന്യം നൽകുന്നുണ്ട്. ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി, സരസ്വതി, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, ഹനുമാൻ, അനന്തൻ തുടങ്ങിയ നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. കൂടാതെ അദൃശ്യ സങ്കല്പമായി ശിവന്റെ ആരാധനയും നടക്കുന്നു. കുംഭമാസത്തിൽ പൂയം നക്ഷത്ര ദിവസം കൊടിയേറി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം. കൂടാതെ വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശി ഗുരുവായൂർ ഏകാദശി എന്ന പേരിൽ പ്രസിദ്ധമാണ്. ചിങ്ങമാസത്തിൽ അഷ്ടമി രോഹിണി, അതേ മാസത്തിൽ തിരുവോണം, മേടമാസത്തിൽ വിഷു, ധനു 22-നും മകരമാസത്തിലെ 4ാമത്തെ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആയും നടക്കുന്ന ഇടത്തരികത്ത് ഭഗവതിയുടെ താരപ്പൊലികൾ, കന്നിമാസത്തിലെ അമാവാസി മുതലുള്ള 9 ദിവസങ്ങളിലായി ആചരിച്ചു വരുന്ന നവരാത്രി, 27 ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ പുണ്യമാസം എന്നിവ അതിവിശേഷമാണ്. ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ. ഗുരുവായൂരപ്പനാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ശ്രീകൃഷ്ണ സങ്കല്പത്തിലാണ് പൂജിക്കപ്പെടുന്നത്. ചതുർബാഹുവും ശംഖുചക്ര ഗദാപത്മാധാരിയുമായ മഹാവിഷ്ണു ഭഗവാനാണ്. ഗുരുവായൂരപ്പൻ എന്നാണ് ഈ ഭഗവാനെ ഭക്തർ വിളിച്ചു വരുന്നത്. അത്യപൂർവമായ ശിലയിൽ തീർത്തതാണ് ഇവിടത്തെ അതിമനോഹരമായ വിഗ്രഹം. തന്മൂലം ഏറെ പവിത്രമായി കണക്കാക്കപ്പെടുന്നു. വിഗ്രഹത്തിന് ഏകദേശം 4 അടി ഉയരം കാണും. ശ്രീകൃഷ്ണാവതാര സമയത്ത് വസുദേവർക്കും ദേവകിക്കും കാരാഗ്രഹത്തിൽ വെച്ച് ദർശനം നൽകിയ മഹാവിഷ്ണുവിന്റെ രൂപമാണ് വിഗ്രഹത്തിനുള്ളത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതാകാം ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണനായി കണ്ടുവരുന്നതിനുള്ള കാരണം. സാധാരണ വിഷ്ണു വിഗ്രഹങ്ങളിൽ പോലെ നിൽക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഗുരുവായൂരപ്പന്റെയും വിഗ്രഹം. കിഴക്കോട്ട് ദർശനം നൽകിയാണ് ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വിഗ്രഹ നിർമ്മാണ നിയമപ്രകാരം വിഷ്ണു വിഗ്രഹത്തിന് 24 ഭാവങ്ങളുണ്ട്. ഭാവവ്യത്യാസം അനുസരിച്ച് ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവ ധരിച്ച കൈകളും വ്യത്യാസം കാണാൻ കഴിയും. പുറകിലെ വലത് കൈയിൽ ചക്രം, മുൻപിലെ വലത് കൈയിൽ പത്മം, പുറകിലെ ഇടത് കൈയിൽ ശംഖ്, മുമ്പിലെ ഇടത് കൈയിൽ ഗദ എന്നിവ ധരിച്ചുള്ള രൂപത്തിലുള്ള വിഗ്രഹത്തിന് നിയമപ്രകാരം ജനാർദ്ദനൻ എന്നും പറയും. ഗുരുവായൂരിലെ പ്രതിഷ്ഠ ഈ രൂപത്തിലാണ്. ഇടത്തരികത്ത് കാവ് ഭഗവതി. നിലവിൽ ക്ഷേത്രമതിലകത്താണെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിന് പുറത്തായാണ് ഈ പ്രതിഷ്ഠ കാണുന്നത്. ഗുരുവായൂരപ്പന് തതുല്യമായ പ്രാധാന്യമാണ് ഭഗവതിക്കുള്ളത്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കാവൽ ദൈവമാണ്
ഉഗ്രമൂർത്തിയായ ഈ ഭഗവതി എന്ന വിശ്വാസം. ശ്രീകൃഷ്ണ അവതാരം നടന്ന അതേ സമയത്ത് നന്ദഗോപരുടെയും യശോദയുടെയും മകളായി അവതരിച്ച കാളിയാണ് ഈ ഭഗവതി. അതിനാൽ ഭഗവാന്റെ സഹോദരിയുടെ സ്ഥാനമാണ് ഭഗവതിക്ക്. കംസന്റെ പിടിയിൽ നിന്നും വഴുതി മാറിയ ആ പെൺകുഞ്ഞ് ആകാശത്തേക്ക് ഉയർന്ന് അയാൾക്ക് കൃഷ്ണന്റെ ജനനത്തിനെ പറ്റി മുന്നറിയിപ്പ് നൽകിയ ശേഷം അപ്രത്യക്ഷമായി എന്ന് പുരാണങ്ങളിൽ കാണാം. ശ്രീഭദ്രകാളി, വനദുർഗ എന്നീ ഭാവങ്ങളിലുള്ള ആദിപരാശക്തിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ഗുരുവായൂരിലെത്തുന്ന ഭക്തരുടെ ദുഃഖങ്ങൾ അമ്മ ഇല്ലാതാക്കുന്നു എന്നാണ് വിശ്വാസം. വനദുർഗ സങ്കല്പമുള്ളതിനാൽ ശ്രീകോവിലിന് മേൽക്കൂരയില്ല. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി തുടങ്ങിയ 3 ഭാവങ്ങളിലും ഈ ഭഗവതിയെ സങ്കല്പിക്കുന്നു. പടിഞ്ഞാറോട്ടാണ് ക്ഷേത്ര ദർശനം. അഴൽ എന്ന പേരുള്ള പ്രത്യേക ചടങ്ങാണ് ഇവിടെ പ്രധാന വഴിപാട്. അഴൽ എന്നാൽ ദുഃഖം എന്നാണ് അർത്ഥം. രാത്രി ഭഗവാന്റെ നടയടച്ച ശേഷം നടത്തുന്ന ഒരു ചടങ്ങാണിത്. പച്ചരി, വെള്ളരി, ശർക്കര, നാളികേരം തുടങ്ങിയ വസ്തുക്കൾ തുണിയിൽ ചുറ്റിവെച്ച് വാഴത്താണ്ടിയിൽ കെട്ടിവെച്ച ശേഷം അതിൽ തീ കൊളുത്തി നടത്തുന്നതാണ് ഈ ചടങ്ങ്. ഭക്തരുടെ അഴലുകൾ അഥവാ ദുഃഖങ്ങൾ ഭഗവതി അഗ്നിയിൽ ദഹിപ്പിച്ചു ഇല്ലാതാക്കുന്നു എന്നാണ് സങ്കല്പം. ഇവിടെ സ്ഥിരം വെളിച്ചപ്പാടുണ്ട്. ധനു മകരം മാസങ്ങളിലായാണ് ഇവിടെ 2 താലപ്പൊലികൾ ആഘോഷമായുണ്ട്. ഒന്ന് നാട്ടുകാരുടെ വകയാണ്, മറ്റേത് ദേവസ്വം വകയും. രണ്ടും അതിഗംഭീരമായി ആചരിച്ചു വരുന്നു. ഭഗവാന്റെ അരികിൽ ഇടത്തുഭാഗത്തായി കുടികൊള്ളുന്നത് കൊണ്ടാണ് ഇടത്തരികത്ത് ഭഗവതി എന്ന് വിളിക്കുന്നത്. ഇവിടത്തെ പരാശക്തി ഭഗവാന് മുമ്പേ ഇവിടെ സന്നിധാനം ചെയ്തിരുന്നുവെന്നും മഹാവിഷ്ണു പ്രതിഷ്ഠ നടന്നപ്പോൾ വടക്ക് കിഴക്കോട്ട് മാറി സ്വയംഭൂവായി അവതരിച്ചുവെന്നുമാണ് വിശ്വാസം. അതിനാൽ ഗുരുവായൂരിൽ ആദ്യം ഭഗവതി വന്ദിക്കണമെന്നാണ് ആചാരം. എന്നാൽ ക്യൂവിൽ നിൽക്കുന്നവർക്ക് ഇത് സാധിക്കാറില്ല. പണ്ട് ഇവിടെയും ഒരു മതിൽക്കെട്ടുണ്ടായിരുന്നു. ഭക്തർക്ക് കൂടുതൽ സൗകര്യമൊരുക്കാനായി പിൽക്കാലത്ത് അത് പൊളിച്ചു മാറ്റുകയുണ്ടായി. ഭഗവതി നടയ്ക്ക് മുന്നിൽ ഒരു പാട്ടമ്പലം പണിതിട്ടുണ്ട്. ഇവിടെ ധനുമാസത്തിൽ കളമെഴുത്തും പാട്ടും നടത്തി വരുന്നുണ്ട്. ദാരികനെ വധിച്ച ഭദ്രകാളിയെ സ്തുതിക്കുന്ന രീതിയിലാണ് പാട്ട് നടക്കുന്നത്. ഇടത്തരികത്ത് ഭഗവതിയുടെ ഭദ്രകാളി ഭാവം ഇതിൽ വ്യക്തമാണ്. താലപ്പൊലി ഉത്സവം കൂടാതെ നവരാത്രിയും വിശേഷമാണ്. ഗണപതിയാണ് പ്രധാന ഉപദേവത. കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലേതും പോലെ ഇവിടെയും വിഘ്നേശ്വരനായ മഹാഗണപതിയുടെ സാന്നിധ്യമുണ്ട്. 4 അമ്പലത്തിനകത്ത് തെക്ക് പടിഞ്ഞാറേ മൂലയിലാണ് ഗണപതി പ്രതിഷ്ഠ. ശിലാനിർമ്മിതമായ വിഗ്രഹത്തിന് ഏകദേശം 3 അടി ഉയരം വരും. കിഴക്കോട്ടാണ് ദർശനം. ചതുർബാഹുവായ വിഗ്രഹത്തിന്റെ പുറകിലെ വലത് കൈയിൽ മഴവും പുറകിലെ ഇടത് കൈയിൽ കയറും മുന്നിലെ ഇടത് കൈയിൽ മോദകവും കാണാം. മുന്നിലെ വലത് കൈ കൊണ്ട് ഭക്തരെ അനുഗ്രഹിക്കുന്നു. മുമ്പ് ഇവിടെ പ്രദക്ഷിണം വയ്ക്കാൻ സൗകര്യമുണ്ടായിരുന്നില്ല. തീപിടുത്തത്തിന് ശേഷം പുതുക്കി പണിതപ്പോൾ ഇവിടെ പ്രദക്ഷിണത്തിന് സൗകര്യമുണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഗണപതി പ്രീതിക്കായി ഗണപതി ഹോമം നടത്താറുണ്ട്. കൂടാതെ കറുകമാല, നാരങ്ങാമാല, ഗണേശ സൂക്താർച്ചന തുടങ്ങിയവയും പ്രധാന വഴിപാടുകളാണ്. കിഴക്കേ നടയിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപത്ത് പഴയ ദേവസ്വം ഓഫീസിന്റെ പരിസരത്തായി മറ്റൊരു ഗണപതി പ്രതിഷ്ഠയുണ്ട്. ഓഫീസ് ഗണപതി അഥവാ കാര്യാലയ ഗണപതി എന്നാണ് ഈ പ്രതിഷ്ഠ അറിയപ്പെടുന്നത്. വനഗണപതി ഭാവത്തിലാണ് പ്രതിഷ്ഠ. അതിനാൽ ശ്രീകോവിലിൽ മേൽക്കൂരയില്ല. മറ്റു ഗണപതി വിഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായ തുമ്പിക്കൈ ഇടത്ത് ഭാഗത്തേക്കാണ്. കൂടാതെ അനന്തപത്മനാഭൻ, ദശാവതാരങ്ങൾ. ക്ഷേത്ര ശ്രീകോവിലിന് പുറകിൽ കിഴക്കോട്ട് ദർശനമായുള്ള കരിങ്കൽ തൂണുകളിൽ 10 എണ്ണത്തിൽ ഭഗവാന്റെ ദശാവതാരങ്ങൾ രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. മത്സ്യം, കൂർമ്മം, വരാഹം എന്നിങ്ങനെ ക്രമത്തിൽ 10 അവതാരങ്ങളാണ് ശ്രീകോവിലിന് തൊട്ടുപുറകിൽ. ഇവയുടെ നടുക്കായി അനന്തപത്മനാഭ സ്വാമിയുടെ ഒരു രൂപവും കാണാം. ഇവയ്ക്ക് പുറമെ ധർമ്മശാസ്താവും കുടികൊള്ളുന്നു. 4 അമ്പലത്തിന് പുറത്ത് പ്രദക്ഷിണ വഴിയിൽ തെക്ക് കിഴക്കേ മൂലയിലാണ് ശാസ്ത പ്രതിഷ്ഠ. പടിഞ്ഞാറോട്ടാണ് ദർശനം. 4 അമ്പലത്തിന് പുറത്തുള്ള ഏക ഉപദേവനം ഇതാണ്. 3 അടി ഉയരത്തിൽ കരിങ്കല്ലിൽ ഉണ്ടാക്കിയതാണ് പ്രതിഷ്ഠ. വലത് കൈയിൽ അമൃതകലശം ധരിച്ച് ഇടത് കൈയിൽ തുടയിൽ കുത്തിവെച്ചിരിക്കുന്ന ധന്വന്തരി ഭാവത്തിലാണ് ശാസ്താവ് ഇവിടെ കുടികൊള്ളുന്നത്. ശാസ്താവിനെ കൂടാതെ സുബ്രഹ്മണ്യ സ്വാമിയും 4 അമ്പലത്തിനകത്ത് വടക്കു പടിഞ്ഞാറേ മൂലയിലുള്ള ഒരു കരിങ്കൽ തൂണിൽ സുബ്രഹ്മണ്യന്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. കിഴക്കോട്ടാണ് ദർശനം.
ഇവിടെ പ്രതിഷ്ഠ ഇല്ലെങ്കിലും ഭക്തർ ഇവിടെ വന്ദിക്കാറുണ്ട്. ഭസ്മം, ചന്ദനം തുടങ്ങിയവ ചാർത്തി നാരങ്ങമാല ധരിച്ചാണ് ഭഗവാന്റെ ഇരിപ്പ്. ദ്വിബാഹുവായ ബാലസുബ്രഹ്മണ്യനാണ് ഇവിടെ കുടികൊള്ളുന്നത്. വലത് കൈ കൊണ്ട് ഭക്തരെ അനുഗ്രഹിക്കുന്ന ഭഗവാൻ ഇടത് കൈ അരയിൽ കുത്തിവെച്ചിരിക്കുകയാണ്. വലതു ചുമലിൽ വേലുമുണ്ട്. സുബ്രഹ്മണ്യന് പുറമെ നാലമ്പലത്തിനകത്ത് വടക്കേ നടവാതിലിന് സമീപത്തുള്ള തൂണിലാണ് ചിരഞ്ജീവിയും ശ്രീരാമദാസനുമായ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ. വീരഹനുമാന്റെ രൂപത്തിലുള്ള വിഗ്രഹമാണത്. തെക്കോട്ട് ദർശനമായാണ് ഈ പ്രതിഷ്ഠ. ഹനുമാൻ സ്വാമിയുടെ വലത് കൈയിൽ മരുത്വമലയും ഇടത് കൈയിൽ ഗദയും കാണാം. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയില്ലെങ്കിലും പാർവതി സമേതനായ ശിവന്റെ അദൃശ്യ സാന്നിധ്യമുള്ളതായി കാണപ്പെടുന്നു. ബൃഹസ്പതിയും വായുദേവനും കൊണ്ടുവന്ന മഹാവിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ അനുവാദം നൽകിയ ശിവൻ പാർവതി ഗണപതി സുബ്രഹ്മണ്യ സമേതനായി മമ്മിയൂരിൽ അവതരിച്ചു എന്നാണ് കഥ. തന്മൂലം ഭഗവതിയെ തൊഴുത് വടക്ക് കിഴക്കേ മുരയിലെത്തുമ്പോൾ ഭക്തർ മമ്മിയൂർ ക്ഷേത്രത്തിന്റെ ദിശയിലേക്ക് വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് നോക്കി ശിവനെ വന്ദിക്കുന്നു. ക്ഷേത്ര നാലമ്പലത്തിനകത്ത് വടക്ക് ഭാഗത്തെ ഒരു കരിങ്കൽ തൂണിൽ പാർവതി സമേതനായി ശിവന്റെ രൂപം വെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ദേവസ്വം വകയുള്ള സത്രത്തിന്റെ വളപ്പിലാണ് നാഗദൈവങ്ങളുടെ സ്ഥാനം. ആൽമര ചുവട്ടിൽ കിഴക്കോട്ട് ദർശനമായാണ് നാഗപ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. നാഗരാജാവും വിഷ്ണു ശയനവുമായ അനന്തനും നാഗയക്ഷിയും നാഗചാമുണ്ടിയുമാണ് പ്രതിഷ്ഠകൾ. 100 പാലും നേദിക്കുന്നതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. എല്ലാ മാസവും ആയില്യം നാളിൽ വിശേഷാൽ പൂജകളും കന്നിമാസത്തിലെ ആയില്യത്തിന് സർപ്പബലിയും ഉണ്ടാകും. കേരളത്തിൽ സർപ്പാരാധനയ്ക്ക് പേരുകേട്ട കുടുംബങ്ങളിലൊന്നായ ചെറുപ്പളശ്ശേരി പാതിരായ്ക്കുന്നത്ത് മനയിലെ നമ്പൂതിരിക്കാണ് ഇവിടെ സർപ്പബലിക്ക് അധികാരം. അങ്ങനെ ഗുരുവായൂരപ്പന്റെ കഥകൾ പറഞ്ഞാലൊടുങ്ങാത്തവയാണ്. ക്ഷേത്ര ചരിത്രവും ക്ഷേത്ര വാസ്തുവിദ്യവും നാലമ്പലവും നടപ്പുരയും ചേർന്ന് മറ്റൊരു വീഡിയോ തയ്യാർ ചെയ്യുന്നതാണ്. കോടാനുകോടി ഭക്തകളുടെയും ആരാധ്യ ദേവനാണ് ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പൻ എല്ലാവർക്കും സർവ ഐശ്വര്യങ്ങളും സർവരോഗശാന്തിയും തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും സ്നേഹാദരങ്ങളോടെ നന്ദി, നമസ്കാരം.